നിങ്ങൾക്കും ഒരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഗ് ക്വാളിറ്റി ഡൗൺ ആണെങ്കിൽ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇനിയും മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോണസ് ടിപ്പ്. അടുത്ത ഒരു മെയിൻ പാരാമീറ്റർ നിങ്ങളുടെ എഗ് ക്വാളിറ്റിയെ ഡൗൺ ആക്കുന്നത്. നിങ്ങളുടെ എഗ് ക്വാളിറ്റി ഇംപ്രൂവ് ആക്കാനായിട്ട് നിങ്ങൾ ഡയറ്റിൽ ഈ ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തണം. വൈറ്റ് ഐറ്റംസ് നിങ്ങളുടെ എഗ് ക്വാളിറ്റിയെ ഡൗൺ ആക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്ത് ചെയ്താലാണ് എൻ്റെ എഗ്ഗിൻ്റെ ക്വാളിറ്റി നല്ലത് ആകുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എഗ് ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ നമ്മളൊരു 7 ടിപ്സ് പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ എഗ് ബെറ്റർ ആകും, എഗ്ഗിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആകും, അതുമൂലം പ്രഗ്നൻസിയും ബെറ്റർ ആകും. അൾട്ടിമേറ്റ്ലി നമുക്ക് അത് നോർമൽ പ്രഗ്നൻസി ആയാലും IUI IVF പോലത്തെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ആയാലും ഒരു നല്ല ക്വാളിറ്റി എഗ് വേണം, ബെറ്റർ ക്വാളിറ്റി ഉള്ള സ്പേം വേണം. അപ്പോൾ മാത്രമാണ് എംബ്രിയോ ബെറ്റർ ക്വാളിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ പ്രഗ്നൻസിയുടെ ഒരു മേജർ റോൾ എഗ് ക്വാളിറ്റിയിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം എഗ് ക്വാളിറ്റി ഏജ് കൂടുന്തോറും കുറയും എന്ന്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ എഗ് ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എഗ് ക്വാളിറ്റിയുടെ ഇഷ്യൂ കാരണം കൊണ്ടാണ് പ്രഗ്നൻസി ആകാത്തതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി അതനുസരിച്ച് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടും. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോണസ് ടിപ്പ് കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് കാരണം എഗ്ഗിൻ്റെ ക്വാളിറ്റി നശിച്ചു പോകുന്നത് എന്ന് പറഞ്ഞാൽ PCOD, തൈറോയിഡ് ഒക്കെ. അപ്പോൾ PCODയിൽ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി പ്രോബ്ലം ഉണ്ടാകും, തൈറോയിഡിൽ തൈറോയിഡ് ഹോർമോൺസിൽ പ്രോബ്ലം ഉണ്ടാകും. ഈ എല്ലാ ഹോർമോൺസിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നാച്ചുറലി എഗ്ഗിൻ്റെ ക്വാളിറ്റിയും പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാ ഹോർമോണൽ ടെസ്റ്റും ചെയ്യിക്കണം, PCOD, തൈറോയിഡ് ഇതെല്ലാം. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അതുമൂലം എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആകും. നമ്മൾ ഓൾറെഡി PCODയെ പറ്റി ഡീറ്റെയിൽഡ് ഡെഡിക്കേറ്റഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് PCOD റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തായാലും ഹോർമോണൽ പ്രൊഫൈൽ ശരിയാക്കണം എന്നുള്ളത് കമ്പൽസറിയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ഏജിങ് ഡ്രഗ്സ് ഒക്കെ കഴിച്ചാൽ നമ്മുടെ എഗ് ക്വാളിറ്റി ബെറ്റർ ആകുമോ? അപ്പോൾ തീർച്ചയായിട്ടും ആകും. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സെൽസ് നശിക്കുന്നത്, ഏജിങ് ആകുന്നത്, നമ്മുടെ ഏജ് കൂടുന്നത് ഇതെല്ലാം ഓക്സിഡേഷൻ കാരണമാണ്. അപ്പോൾ നമ്മൾ ഓക്സിഡേഷനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? ചില മെഡിസിൻസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്റ്റഡീസിൽ പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ എടുക്കുമ്പോൾ എഗ് ക്വാളിറ്റി ബെറ്റർ ആകും, പ്രഗ്നൻസി റേറ്റ് ബെറ്റർ ആകും, ലൈവ് ബർത്ത് റേറ്റും കൂടും എന്നാണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റ്സിൽ മാത്രമല്ല ചില ഫ്രൂട്ട്സിൽ വെജിറ്റബിൾസിൽ ഒക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഗ്രേപ്സ്, സ്ട്രോബെറി, ബ്ലൂബെറീസ്, ബീട്രൂട്ട്, ബ്രൊക്കോളി, സ്വീറ്റ് പൊട്ടാറ്റോസ് ഇതിൽ എല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഈ വേൾഡിലുള്ളത് വൈറ്റമിൻ C, വൈറ്റമിൻ E, ഫോളേറ്റ്, ബീറ്റ കരോട്ടിനിലൊക്കെയാണ്. ലെമൺ, ഓറഞ്ച്, ടൊമാറ്റോ എന്ന് പറഞ്ഞ കളർഫുള്ളായ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതിലെല്ലാം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ 2 കാര്യം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഹോർമോണൽ പ്രൊഫൈൽ ശരിയാക്കണം, രണ്ടാമത്തത് നിങ്ങൾ ആൻറ്റി ഓക്സിഡൻസും മൾട്ടി വൈറ്റമിൻസും എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനിയും മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡയറ്റ്. എഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ പോയിന്റ്, നിങ്ങൾ ഫാറ്റ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉൾപ്പെടുത്തരുത്. എന്ന് പറഞ്ഞാൽ ഡാൽഡ, പാം ഓയിൽ ഇതൊന്നും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഇതെല്ലാം നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ നശിപ്പിക്കും. രണ്ടാമത്തത് കാർബോഹൈഡ്രേറ്റ്സ്. അതിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഡയറ്റിൽ എടുക്കരുത്.
വൈറ്റ് ഐറ്റംസ് യൂസ് ചെയ്യരുത്. ബേക്കറി ഫുഡ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തരുത്. മൈദ തീർത്തും ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റിൽ നോൺ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കാരണം ഇൻസുലിനും ഓവറീസിൻ്റെ ഹോർമോൺസും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻസുലിൻ കൂടി ഇരുന്നാൽ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി നശിച്ചു പോയാൽ അപ്പോൾ ആ കണ്ടീഷനിൽ ഒവേറിയൻ ഹോർമോൺസിലും പ്രോബ്ലം ഉണ്ടാകും. നിങ്ങൾ മൈദ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഐറ്റംസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇൻസുലിനിൽ പ്രോബ്ലം ഉണ്ടാകും. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ഒവേറിയൻ ഹോർമോൺസിലും പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ഡൗൺ ആകും. അപ്പോൾ നിങ്ങളുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ഫൈബർ റിച്ച് ഡയറ്റും നന്നായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സിൽ ഫൈബർ ഉണ്ട്, വെജിറ്റബിൾസിൽ ഫൈബർ ഉണ്ട്. സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല എഗ് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഫീമെയിൽസ് 25 ഗ്രാം ഫൈബർ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ്. മെൻസിൽ നല്ല സ്പേമിന് വേണ്ടിയിട്ട് 31 ഗ്രാം ഫൈബർ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ്. അടുത്ത ഒരു കാര്യം പ്രോട്ടീനെ ബേസ് ചെയ്താണ്. നിങ്ങൾ എത്ര നന്നായിട്ട് പ്രോട്ടീൻ ഡയറ്റിൽ ഉൾപ്പെടുത്തുമോ, എസ്പെഷ്യലി വെജിറ്റബിൾ സോഴ്സ് ആണെങ്കിൽ അത്രയും നല്ലത്. അത് നിങ്ങളുടെ എഗ് ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വൈറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മൈദ, ഷുഗർ, സോൾട്ട്, വൈറ്റ് റൈസ് ഇതെല്ലാം നിങ്ങൾക്ക് എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ കുറയ്ക്കുക. അത് നിങ്ങളുടെ എഗ് ക്വാളിറ്റി ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്ത ഒരു പോയിന്റ് എക്സസൈസിനെ ബേസ് ചെയ്താണ്. നമ്മൾ മരിക്കാതെ ഒരിക്കലും നമ്മൾ സ്വർഗത്തിൽ എത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എക്സസൈസിനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് റോൾ നമ്മുടെ ലൈഫിലുണ്ട്. നിങ്ങളുടെ ഹോർമോണൽ പ്രോബ്ലംസ് എല്ലാം ശരിയാക്കാൻ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് പറ്റും. നിങ്ങളുടെ വെയിറ്റ് കൂടുതൽ ആണെങ്കിൽ, നിങ്ങൾക്ക് PCOD ഉണ്ടെങ്കിൽ, അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളിൽ മാജിക്സ് ക്രിയേറ്റ് ചെയ്യും. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഗ് ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ എഗ് ക്വാളിറ്റി നല്ലതല്ല. നിങ്ങൾ ഒരുപാട് കോഫി കുടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കോഫി കുടിക്കുന്ന ശീലം പാടെ ഒഴിവാക്കുക. ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കോഫി കുടിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഹാഫ് കപ്പ് കോഫിയൊക്കെ നിങ്ങൾക്ക് കുടിക്കാം. അതിൽ കൂടുതൽ നിങ്ങൾ കുടിക്കരുത്. പിന്നെ നിങ്ങളുടെ മെയിൻ പാർട്ട്ണർ ആയാൽ പോലും ആൽക്കഹോൾ, സ്മോക്കിംഗ്, ടൊബാക്കോ ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ എഗ് ക്വാളിറ്റി ബെറ്റർ ആകും. അടുത്ത ഒരു മെയിൻ പാരാമീറ്റർ നിങ്ങളുടെ എഗ് ക്വാളിറ്റിയിൽ നിങ്ങളുടെ ഏജ് ആണ്. ഏജ് കൂടുന്തോറും എഗ്ഗിൻ്റെ നമ്പർ കുറയും, കൂടെ തന്നെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ലോ ആകും. നല്ല എഗ്ഗിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെറുപ്പം ആയിരിക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ ആ ഏജിൽ നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. ഏജ് എഗ്ഗിൻ്റെ അകത്തെ ഏജിങ് മാത്രമല്ല ചെയ്യുന്നത്, എഗ്ഗിൻ്റെ അകത്തെ DNA-യും കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ യങ് ആയിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുക. അടുത്ത പോയിന്റ് ആണ് നിങ്ങളുടെ വെയിറ്റ്. നിങ്ങൾക്കൊരു ഹെൽത്തി വെയിറ്റ് ആവണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾക്ക് വെയിറ്റ് കൂടുതൽ ആണെങ്കിൽ നിങ്ങളുടെ ഹോർമോൺസിൽ ഇഷ്യൂസ് ഉണ്ടാകും. അത് കാരണം കൊണ്ട് നിങ്ങളുടെ എഗ് ഫോർമേഷൻ്റെ കപ്പാസിറ്റിയും നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും രണ്ടും ഡൗൺ ആകും. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് എപ്പോഴും നിങ്ങൾ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഗ് ക്വാളിറ്റി ഡൗൺ ആണെങ്കിൽ അപ്പോൾ എല്ലാവരുടെ മനസ്സിലുമുള്ള ഒരു ചോദ്യമാണ് ഇനിയും മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ DHA, ലൈക്കോപീൻ, കോഎൻസൈം Q ഇതെല്ലാം കൊണ്ട് എഗ് ക്വാളിറ്റി ബെറ്റർ ആകുമെന്ന് സ്റ്റഡീസിൽ പ്രൂവൻ ആണ്. ഇനിയും നിങ്ങൾക്കുള്ള ഒരു ബോണസ് സ്റ്റെപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണ്? ആ സ്ഥലത്തെ ബ്ലഡ് സപ്ലൈയെ നിങ്ങൾ കൂട്ടണം. അപ്പോൾ അവിടെ പ്രഷർ കൂടും. അപ്പോൾ അവിടുത്തെ ടോക്സിൻസ്, വേസ്റ്റ് പ്രൊഡക്ട്സ് എല്ലാം ബ്ലഡിലൂടെ മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ ഓവറിയുടെ ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യണം. എങ്ങനെ? നന്നായിട്ട് വെള്ളം കുടിക്കണം, നല്ല ഹെൽത്തി ഡയറ്റ് കഴിക്കണം, പിന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അവിടെ മസാജ് ചെയ്യുക. വയറ് തൊട്ട് താഴോട്ട് നിങ്ങൾ നന്നായി സോഫ്റ്റ്ലി ഡെയിലി മസാജ് ചെയ്യുക. ഇതെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം കൂടി നിങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ റിസൾട്ട് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, അത് കിട്ടുന്നത് വരെ തളരാതെ മുന്നോട്ട് പോകുമെന്ന്. ആ ഡെസിഷൻ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്.